നീലമേഘങ്ങൾക്ക് താഴെ ഭഗവാൻ കൃഷ്ണന്റെ മുരളീരവങ്ങളിൽ സദാ ആനന്ദിച്ചു കിടക്കുന്ന ഗ്രാമമാണ് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്തുള്ള കുളനട ഗ്രാമപഞ്ചായത്തിലെ ഉളനാട് എന്ന ഗ്രാമം. മോക്ഷവഴികളിലേക്കുള്ള പ്രദക്ഷിണയാത്രയാണിത്. ഈ നിർമ്മലമായ വഴികളിലൂടെ നടക്കുമ്പോൾ തന്നെ മനസ്സ് ശാന്തമാവുന്നു. മരങ്ങൾക്കപ്പുറത്തെ മഞ്ഞുമറകളിലേക്ക് സൂര്യഭഗവാൻ പ്രകാശം വർഷിച്ചു തുടങ്ങുമ്പോൾ തന്നെ പ്രഭാത പൂജകൾ കഴിഞ്ഞ് ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് മണികൾ മുഴങ്ങി. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾക്ക് സ്വന്തമായി ഒരു ക്ഷേത്രം വേണമെന്ന നാട്ടുകാരുടെ തീവ്രമായ ആഗ്രഹത്തിന്റെ സഫലീകരണം തന്നെയാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഭഗവാന്റെ ബാലരൂപമാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. കുട്ടിക്കൃഷ്ണനെ പോലെ തന്നെ ലളിതവും സുന്ദരവുമാണ് ക്ഷേത്രത്തിന്റെ മാതൃകയും. ഈ ചെറുഗ്രാമത്തിന്റെ ദ്വാരകാപുരിയും വൃന്ദാവനവും ശാന്തിതീരവുമെല്ലാം ഈ ക്ഷേത്രം തന്നെ. ഭഗവാന്റെ കൃപാകടാക്ഷങ്ങളാൽ ഇവിടുത്തെ ഓരോ ജന്മങ്ങളും ധന്യമാകുന്നുവെന്ന് തന്നെയാണ് ഇവിടുത്തെ ഓരോ ചരാചരങ്ങളുടെയും വിശ്വാസം. ഇവിടെ ദർശനം നടത്തുന്ന ഓരോ ഭക്തജനങ്ങളുടെയും ഹൃദയത്തിൽ ഭഗവാൻ അവതരിക്കുന്നത് പല ഭാവത്തിൽ തന്നെയാണ്. ചില ഹൃദയങ്ങൾ മധുരാപുരിയും ദ്വാരകയുമാകുമ്പോൾ മറ്റു ചില ഹൃദയങ്ങളിൽ സ്വയം ദേവകിയും യശോദയും രാധയും മീരയുമൊക്കെയാകുന്നു. എന്നാൽ ഇനി ചിലർ കുചേലനും വസുദേവരുമാകുന്നു. അങ്ങനെ പല വിസ്മയങ്ങളിലൂടെയും ഇവിടുത്തെ ഓരോ മനുഷ്യരെയും ഭഗവാൻ ആനന്ദത്തിൽ ആറാടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അവതാര ലീലകൾ പറയുവാനും പാടാനും ഇവിടുത്തെ ഓരോ ഭക്തർക്കും 1000 നാവാണ്. അങ്ങനെ പല വിസ്മയങ്ങളിലൂടെയും ഇവിടുത്തെ ഓരോ മനുഷ്യരെയും ഭഗവാൻ ആനന്ദത്തിൽ ആറാടിക്കുന്നു എന്നതാണ് പരമാർത്ഥം. ഉച്ചപൂജകൾ കഴിഞ്ഞു നടയടച്ചു. ഭഗവത് ദർശനത്താൽ വെണ്ണ പോലെയായ ഹൃദയം ശാന്തിയുടെ മഹാസംഗീതങ്ങളിലൂടെ നാരായണ മന്ത്രങ്ങൾ ചൊല്ലി. ഭഗവാന് സമർപ്പിക്കുവാനുള്ള പൂക്കളുമായി ഗ്രാമവഴികളിൽ നിന്ന് കുട്ടികൾ ക്ഷേത്രത്തിലേക്ക് വരവായി. കുസൃതികൾ തന്നെയാണ് ഓരോ മുഖങ്ങളിലും. തുളസിയും തെച്ചിപ്പൂക്കളുമൊക്കെ ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണല്ലോ. ഈ പൂക്കൾ പോലെ വിശുദ്ധമാണ് ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയവും. അതുകൊണ്ട് തന്നെ ഈ പൂക്കളോടൊപ്പം അവരുടെ ഏറ്റവും വിശുദ്ധമാർന്ന ഹൃദയവും ഭഗവാന് തന്നെ സമർപ്പിക്കുകയാണ്. സന്ധ്യകളുടെ സങ്കീർത്തനങ്ങളിലേക്ക് പ്രകൃതി ഒരുങ്ങുമ്പോൾ പ്രദക്ഷിണ വഴികളിൽ നാമജപങ്ങൾ നിറഞ്ഞു. ക്ഷേത്രത്തിൻ്റെ പടവുകളിലും ഓരോ കോണുകളിലും ദീപങ്ങൾ തെളിഞ്ഞു. ഭഗവാന്റെ ശരീരഭാഗങ്ങൾ മിന്നിത്തിളങ്ങുന്നതുപോലെ ക്ഷേത്രത്തിൻ്റെ ഓരോ അംശങ്ങളിലും പ്രകാശം നിറയുമ്പോൾ ദീപങ്ങൾ സമർപ്പിക്കുന്ന ഭക്തന്റെ ആത്മാവിനുള്ളിലേക്കും പ്രകാശം പരക്കുകയായി.
ദ്വാപര നീലിമയാർന്ന സന്ധ്യയിലേക്ക് ഗോപികമാരെത്തി. അവർ കലകളുടെ കോടീരമായ ഭഗവാന് മുന്നിൽ കലാർച്ചനകൾ സമർപ്പിച്ചു. ഉളനാട് ഗ്രാമത്തിൻ്റെ ഓരോ തന്മാത്രകളിലും വേണുഗാനം നിറച്ച് ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ ആത്മാവും മനസ്സും ശ്രീകോവിലിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ ഹൃദയ സരസ്സുകളിലേക്ക് സോപാന സംഗീതം ഒഴുകിയെത്തി. ശ്രീകോവിൽ തുറന്നു. ഉണ്ണിക്കണ്ണൻ്റെ ചിരിയിൽ ഭക്തഹൃദയങ്ങൾ സർവ്വതും മറന്നു. ജന്മതീരങ്ങളിലൂടെ യമുന ഒഴുകുകയാണ്. യമുനയിൽ വീണ മുളന്തണ്ടുപോലെ ഓരോ ഭക്തമാനസങ്ങളും ദ്വാപരങ്ങളിലേക്ക് ഒഴുകിയിറങ്ങി. ഉളനാട് സർവചൈതന്യങ്ങളോടെ പ്രഭാപൂരിതമായി. സർവചരാചരങ്ങളിലും കണ്ണൻ നിറഞ്ഞു നിന്നു. എൻ്റെ കൃഷ്ണ, നന്ദനന്ദന, നിന്റെ ദർശന സൗഭാഗ്യങ്ങളാൽ ഞങ്ങളുടെ ഓരോ ദിനങ്ങളും ധന്യമാവുക തന്നെയാണ്. നിന്റെ നീലിമയാർന്ന ചിരി, അമൃതമായ മുരളീരവം, ആനന്ദ നടനം, അങ്ങനെ സർവവും നീയാകുമ്പോൾ ഈ ഗ്രാമം വൃന്ദാവനമാവുക തന്നെയാണ്. അമ്പാടിയിലെന്ന പോലെ നിന്റെ ഹൃദയം ഞങ്ങൾക്കും തരൂ. അങ്ങനെ ഞങ്ങളുടെ ജന്മങ്ങളും ധന്യമാകട്ടെ. എൻ്റെ കൃഷ്ണ, കണ്ടു കൊതി തീരുന്നില്ലല്ലോ. ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നൽകിയ ആത്മീയ ആനന്ദത്താൽ മനസ്സു നിറഞ്ഞു. എൻ്റെ കണ്ണ, ജന്മജന്മാന്തരങ്ങളുടെ തുടർച്ച പോലെ ഇനിയും ഞാൻ നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും.